ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഇടവാംഗങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് VBS ആയിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ ദൈവം സഹായിച്ച വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് എവൻഗേലിയോനായിട്ട് വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 വാക്യങ്ങൾ 28-ഉം 29-ഉം. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ കൂടിയിരിക്കുവാൻ നീ ചെയ്ത നന്മകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആരാധനയ്ക്ക് വരുവാനായിട്ട് ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കണമേ, ശക്തീകരിക്കണമേ കർത്താവെ. അല്പനേരം ഞങ്ങൾ നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നിൻ്റെ നാമമാത്രത്തിനായി തീരുവാൻ നീ സഹായിക്കണമേ, കൂടിയിരിക്കണമേ, അടിയനെ ബലപ്പെടുത്തണമേ. എല്ലാം യേശുനാമത്തിൽ തന്നെ ചോദിക്കുന്നു, കൃപയുടെ ഉത്തരം നൽകണമേ. ആമേൻ. ഇന്ന് പുതുഞായർ, ഉയർപ്പിന് ശേഷം ഉള്ള ആദ്യത്തെ ഞായറാഴ്ച. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സംശയത്തിൽ നിന്ന് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് മാറിയ ഒരു ഭാഗമാണിത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണിത്. ഇതിൽ ആദ്യം ഞാൻ 3 പോയിൻറ്റ്സ് ആയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ ഹെഡിങ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഫ്രം ഡൗട്ട് ടു ഡിക്ലറേഷൻ, സംശയത്തിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക്. ഫസ്റ്റ് പോയിന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, തോമസ് വാസ് ഹോണസ്റ്റ് അബൌട്ട് ഹിസ് ഡൗട്ട്. തോമസ് തൻ്റെ സംശയത്തെക്കുറിച്ച് വളരെ സത്യസന്ധനായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, പാട്ടുപാടും, എല്ലാം ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാവും, ദൈവം ശരിക്കും ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ തോമസിൻ്റെ സംശയം, കൂടെയുള്ള ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. തോമസ് പറഞ്ഞു, ഞാൻ യേശുവിനെ കാണാതെ വിശ്വസിക്കില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. തോമസിന് വേണമെങ്കിൽ മറിച്ച് വെക്കായിരുന്നു. ശിഷ്യന്മാർ പറഞ്ഞപ്പം ദൈവമേ സ്തോത്രം എന്ന് പറയായിരുന്നു. പക്ഷേ തോമസ് തുറന്ന് പറഞ്ഞു, ഞാൻ യേശുവിനെ കാണാതെ വിശ്വസിക്കില്ല. ഇതാണ് നമ്മളുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും വിചാരിക്കും യേശു നമ്മളുടെ ചോദ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വിശ്വാസമില്ലാത്തവനായി പോകുമോ, വിശ്വാസമില്ലാത്തവളായി പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം ഒരിക്കലും നമ്മളുടെ ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു ദൈവമല്ല. ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സംശയങ്ങളില്ലാതെ ഇരിക്കുന്നതല്ല ഒരു വിശ്വാസം. പക്ഷേ സംശയങ്ങൾ ഉണ്ടാവുക, കൂടുതൽ നമ്മൾ ആ ഒരു ഫെയ്ത്തിന് വേണ്ടി ഒരു ഡീപ്പർ മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ വിശ്വാസം വളരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ്, ഒരു പാഠം എടുത്ത് കഴിയുമ്പോൾ ടീച്ചേഴ്സ്, ഇവിടെ ഇരിക്കുന്ന കുറേ പേര് ടീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഭാഗം മനസ്സിലായോ? അപ്പോൾ ആ കുഞ്ഞുങ്ങൾ പറയാണ്, ഇല്ല മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ പറയാണ്, പഠിപ്പിച്ചതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചത് മനസ്സിലായി. പക്ഷേ കുറച്ചുകൂടും ആഴത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരൊരു സംശയം ചോദിക്കുന്നത് നമ്മളോട്. അതേപോലെ ആയിരിക്കണം നമ്മളും നമ്മളുടെ ജീവിതങ്ങളിൽ. ഒരു സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു പ്രശ്നം വരുമ്പം, ദൈവമേ എനിക്ക് ഇന്നപോലെ സംഭവിച്ചു, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല നീ ശരിക്കും ഉണ്ടോ ഇല്ലയോ. ദൈവം നിങ്ങളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ വേണ്ടെന്ന് വെക്കുകയോ ഒന്നും ചെയ്യില്ല. അടുത്തായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ജീസസ് കെയിം ബാക്ക് എസ്പെഷ്യലി ഫോർ തോമസ്. യേശു തിരിച്ചു വന്നത് തോമസിന് വേണ്ടി മാത്രം. നമുക്ക് അറിയാം, 8 ദിവസത്തിന് ശേഷം യേശു തിരിച്ചു വന്നു. അന്ന് തോമസും അവിടെ കൂടിയിരുന്നു. ഇതേപോലെയാണ് നമ്മളുടെ ലൈഫിലും. നമ്മൾ വിചാരിക്കും, ഈ ലോകത്ത് എത്ര ആൾക്കാരുണ്ട്, ദൈവത്തിന് ഇപ്പം എൻ്റെ കാര്യം നോക്കിയിരിക്കാനാണോ, വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി തിരിച്ചു വരുന്ന ഒരു ദൈവമാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊന്ന് വഴിതെറ്റിപ്പോയി, ദൈവത്തിന് കുഴപ്പമൊന്നുമില്ല, ഇത്രയും പേരിരിക്കുന്നു, ഇത്രയും മനുഷ്യർ ഇവിടെ ഇരിക്കുന്നു, അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മൾക്ക് തിരിച്ചു വരുന്നത്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. തോമസിന്
ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, അതായത് തോമസിന് വേണമെങ്കിൽ കർത്താവിന് പറയായിരുന്നു, നീ എന്നെ തള്ളി പറഞ്ഞു, അല്ലെങ്കിൽ നീ വിശ്വസിച്ചില്ല, നിനക്ക് കുറച്ചുകൂടും വേഗത്തിൽ വിശ്വസിക്കായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പറഞ്ഞപ്പം നിനക്ക് കുറച്ചുകൂടും വേഗത്തിൽ വിശ്വസിക്കായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ തോമസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല, ദൈവവും തോമസിനോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. വളരെ ഹോണസ്റ്റായിട്ട് തോമസ് പറഞ്ഞു, എനിക്ക് കാണാതെ ഞാൻ വിശ്വസിക്കില്ല. തിരിച്ച് യേശു വന്നു, യേശു പറഞ്ഞു, കൈ നീട്ടിയിട്ട് പറഞ്ഞു, നിൻ്റെ വിരൽ എൻ്റെ കൈ മേൽ വെക്കുക. ഇതേപോലെയാണ് നമ്മളുടെ ലൈഫിലും നമ്മൾ തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം ചെയ്തിട്ടുള്ളവരായിരിക്കും. ഒരിക്കലും യേശു നമ്മളെ കൈവിട്ട് പോകുകയോ അല്ലെങ്കിൽ നമ്മളെ തള്ളിക്കളയോ ചെയ്യില്ല. നമുക്ക് ഒരു ക്ഷമ അല്ലെങ്കിൽ എൻ്റെ യേശു ഇങ്ങനെ പറ്റിപ്പോയി ക്ഷമിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉറപ്പായിട്ടും നമ്മളോട് ക്ഷമിക്കും. അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വേഴ്സ് 28, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഇത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് തോമസിൻ്റെ ജീവിതത്തിൽ. കാരണം വളരെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഫ്രേസ്, അല്ലെങ്കിൽ നമ്മളുടെ ബൈബിളിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് തോമസ് പറയുന്നത് ഓക്കെ, ഇപ്പം ഞാൻ കർത്താവിനെ കണ്ടു, ഓക്കെ ഞാൻ വിശ്വസിച്ചു, ദൈവം വന്നു. അങ്ങനെയല്ല, എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എന്നാണ് പറയുന്നത്. ഇതേപോലെ ആയിരിക്കണം നമ്മളുടെ ജീവിതത്തിലും. ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പം അത് വെറുതെ ഒരു റിലീജിയൻ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യനാണ്, ഏത് റിലീജിയൻ ആയാലും വെറുതെ നമുക്ക് പറയാൻ എളുപ്പമാണ്. അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ശരിക്കും ക്രിസ്തുവിനെ അറിയുമോ? ഒരു ചെറിയൊരു കഥ പറയാം. ഒരു കുട്ടി ഉണ്ടായിരുന്നു, എപ്പോഴും പള്ളിയിൽ പോവും, ബൈബിൾ വായിക്കും, യൂത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ്. അങ്ങനെ കുറേ നാൾ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചു ഈ കുട്ടിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു വ്യക്തിയാണെന്ന്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അവളുടെ അമ്മ പപ്പ പള്ളിയിൽ പോകുന്നു, അതുകൊണ്ട് ഇവളും പോകുന്നു. ഇവർ ബൈബിൾ കൊണ്ടുപോകാൻ പറയുന്നു, അതുകൊണ്ട് ഈ കുട്ടി ബൈബിൾ കൊണ്ടുപോകുന്നു. ഒരു ദിവസം മറ്റൊരു രാജ്യത്തിലേക്ക് മാറിക്കഴിഞ്ഞതിന് ശേഷം പള്ളിയില്ല, കൂട്ടുകാരില്ല, വീട്ടുകാരില്ലാത്തൊരു അവസ്ഥ. ഒറ്റയ്ക്കായിരുന്നു. ഭയങ്കരമായിട്ട് ലോൺലിനെസ്, ഡിപ്രഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. അന്ന് രാത്രി ആ കൊച്ച് നോക്കിയപ്പോൾ ബൈബിൾ ഇരിക്കുന്നു. ബൈബിൾ എടുത്ത് വായിച്ചു. ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചപ്പോൾ കിട്ടിയ വേഴ്സ്, ഡു നോട്ട് ഫിയർ ഫോർ ഐ എം വിത്ത് യു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയിരിക്കുന്നു. ആ നിമിഷം ആ കൊച്ചിന് തോന്നിയൊരു അനുഭവം, യേശു ഡയറക്റ്റായിട്ട് അവളോട് പറഞ്ഞ പോലെ, ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൾ ആ ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയൊരു വാക്യം എന്ന് പറയുന്നത്, ഡു നോട്ട് ഫിയർ ഫോർ ഐ എം വിത്ത് യു, ഐ എം യുവർ ലോർഡ്. ഞാൻ എൻ്റെ കൂടെ ഭയപ്പെടേണ്ട. അത് അവൾക്കൊരു ഹോപ്പായിരുന്നു ആ ഒരു അവസരത്തിൽ. അന്നാണ് അവൾ മനസ്സിലാക്കിയത്, ഇത്രയും കാലം ദൈവം അല്ലെങ്കിൽ ഇത്രയും കാലം കർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, എൻ്റെ കുടുംബം, എൻ്റെ വീട്ടിലുള്ളവരും ഒക്കെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അന്ന് ആ രാത്രി മുതൽ യേശു അവളുടെ ദൈവം, അവളുടെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ആ കുട്ടി മാറി. അതേപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ലൈഫിൽ. നമുക്ക് പല പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പക്ഷെ നമുക്ക് ഉറച്ചു നിന്ന് പറയാൻ സാധിക്കണം, എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എന്ന്. മറ്റൊരാളുടെ ദൈവമോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ദൈവമോ ഒന്നുമല്ല. എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ദൈവവും ഓരോരുത്തരുടെയും കർത്താവാണ്. നമ്മളൊന്ന് വിളിച്ചാൽ കേൾക്കാത്ത ഒരു ദൈവമല്ല അത്. അത് നമ്മൾ പലപ്പോഴും വന്നു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പിള്ളേർ, നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു രീതി. ഞാൻ BBSന് ഇങ്ങനെ പറഞ്ഞിരുന്നു, എല്ലാ കുട്ടികളും ഡെയിലി രാവിലെ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അത് നമ്മൾ ഇപ്പം എങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നു അതേപോലെ ഇരിക്കും നമ്മൾ പിന്നീട്. ഇപ്പം ചിലപ്പോൾ അവർ നമ്മൾ പറയുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷേ ഭാവിയിൽ ഒരു ദിവസം അവരായിട്ട് സ്വയം അത് ചെയ്യുന്നൊരവസ്ഥ, ഒരു സിറ്റുവേഷൻ, അവരായിട്ട് സ്വന്തം മനസ്സിലാക്കി മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അല്ലാതെ നമ്മൾ എൻ്റെ കൊച്ചു ബൈബിൾ വായിക്കുന്നില്ല, വായിക്കണ്ട പോട്ടെ, അങ്ങനെ ഒരിക്കലും നമ്മൾ തള്ളി പറയാൻ പാടില്ല. പാരൻസ് ആയാലും ഗ്രാൻഡ് പാരൻസ് ആയാലും ആരും, നമ്മൾ പിള്ളേർ അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റു അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാം അവരിൽ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും നമ്മളുടെ പിള്ളേർ വളരുന്നത്. അല്ലാതെ കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്, വഴി തെറ്റിപ്പോകാൻ ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു. സോ നമ്മളെന്ത്
എങ്ങനെ വളർത്തുന്നുവോ അതനുസരിച്ചിരിക്കും നമ്മളുടെ മക്കൾ. നമ്മൾ എന്ത് വിശ്വാസമാണോ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ ആയിരിക്കും ഭാവിയിൽ അവരുടെ ജീവിതത്തിലും അവരെ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക. അടുത്തതായിട്ട് ഞാൻ പറയാനൊരു ആഗ്രഹിക്കുന്നൊരു കാര്യം, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്ന് ചിന്തിക്കുക, ശരിക്കും നിങ്ങൾക്ക് യേശു ആരാണ്? ഇറ്റ്സ് നോട്ട് അബൌട്ട് എല്ലാവർക്കും അറിയാവുന്ന യേശുവാണ്. യേശു ആരാ? അത് മറ്റേ കുരിശിൽ മരിച്ചു. പിള്ളേരോടൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ തോമസ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പിള്ളേർ വേറൊരാളെ ചോദിച്ചേ അതാ തോമസ് തര. അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ യേശു ആരാ? അത് അവിടെ ഉള്ള ആരോ, എനിക്കറിയില്ല. അങ്ങനെ ആയിരിക്കരുത് ഒരിക്കലും. നമുക്ക് പേഴ്സണലി നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ റിലീജിയൻ, ഇറ്റ്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ്. ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ദൈവമായിട്ട് ഉണ്ടാവണം. അതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ കുറച്ച് സമയം, എല്ലാ ദിവസവും നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പല സമയങ്ങളും ഉണ്ട്. ഡെയിലി ഒരു 5 മിനിറ്റ്, രാവിലെ ബൈബിൾ വായിക്കുക, വൈകിട്ട് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ഒരു 5 മിനിറ്റ് ഒന്ന് ചിന്തിക്കുക, ശരിക്കും ദൈവം എനിക്ക് ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ പാതയിലാണോ നടക്കുന്നത്? ഞാൻ പുറത്ത് പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യനാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, യൂത്തിന് പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കൊയറിലുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ആയി പോവരുത് നമ്മളുടെ ലൈഫ് ഒരിക്കലും. അടുത്ത ലാസ്റ്റായിട്ട് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ആഗ്രഹിക്കുന്നത് വേഴ്സ് 29. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ബിലീവ് വിത്തൗട്ട് സീയിങ്. നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ചെടി നടുന്ന പോലെയാണ്. നമ്മളൊരു ചെടി നടാൻ ഒരു വിത്ത് കൊണ്ടിടുമ്പോൾ നമുക്കറിയാം നാളെയോ അല്ലെങ്കിൽ ഇപ്പം തന്നെ ആ ചെടി വളർന്ന് വരില്ല. പക്ഷെ നമ്മൾ ഓരോ ദിവസം അത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഒരു ദിവസം ആ ചെടി പുറത്തേക്ക് വരും എന്ന് നമുക്കറിയാവുന്ന നമ്മളുടെ ആ ഒരു വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ ചെടിക്ക് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ഫെയ്ത്ത്, അത് വളർത്താൻ നമ്മളെന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ആഴ്ചയിൽ ഒരിക്കൽ ബൈബിൾ വായിക്കുന്നു, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ സൺഡേസ് പള്ളി വരുമ്പോൾ മാത്രം ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിലല്ല കാര്യം. എന്നും നമ്മൾ നമ്മളുടെ ഫെയ്ത്ത് വളർത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കണം. കാരണം അങ്ങനെ ചെയ്താലേ നമ്മളുടെ ഫെയ്ത്ത് വളരുള്ളൂ. ഒരു പ്രശ്നം വരുമ്പം ദൈവം ശരിക്കും ഉണ്ടോ, ദൈവം എന്നെ കൈവിട്ടു, അല്ലെങ്കിൽ ദൈവം ഇല്ല, ഞാൻ വിശ്വസിക്കില്ല ദൈവത്തിൽ, അങ്ങനെ പറയാനല്ല. കാണാത്തപ്പോഴും നമ്മൾ വിശ്വസിക്കണം. എന്തൊക്കെയോ നല്ലത് വരാനിരിക്കുന്നു, ദൈവം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ചിലപ്പോൾ ഒരു എക്സാമിന് തോറ്റ് കാണും, ചിലപ്പോൾ ഇന്ന് എനിക്കൊരു ജോലി നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ ഞാൻ സൗഖ്യം നൽകാൻ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കാണും. അത് ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാനിട്ടോ ഒന്നുമല്ല. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും, എന്തെങ്കിലും ഒരു നല്ലത് വരാനുണ്ടാവും. ഒരിക്കലും യേശുവിൻ്റെ സമയത്തിൽ ഒന്നും തെറ്റായി സംഭവിക്കില്ല. വെൻ ഹിസ് ടൈം ഇസ് റൈറ്റ്, എല്ലാം ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ കറക്റ്റായിട്ട് നടക്കേണ്ട പോലെ നമ്മുടെ ലൈഫിൽ നടക്കും. പക്ഷേ നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം ഫെയ്ത്ത്. നമ്മുടെ VBSൻ്റെ തീമും അതായിരുന്നു, സ്റ്റാൻഡിങ് ഫേം ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക. എന്ത് ആയിക്കോട്ടെ, എനിക്ക് കാണാൻ പറ്റില്ല ദൈവത്തെ, പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ദൈവമുണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കൂടെ, മക്കളായിക്കോട്ടെ, പയറിലിരിക്കുന്നവരായിക്കോട്ടെ, അച്ഛന്മാർ, പുറകിലിരിക്കുന്നവർ, പുറത്തിരിക്കുന്നവർ, നമ്മളെല്ലാവരുടെയും കൂടെ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവാം. സോ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച മെയിൻ 4 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ്, തോമസ് വാസ് ഹോണസ്റ്റ് അബൌട്ട് ഹിസ് ഡൗട്ട്. തോമസ് തൻ്റെ സംശയത്തെക്കുറിച്ച് വളരെ സത്യസന്ധനായിരുന്നു. അതേപോലെ ആയിരിക്കണം നമ്മളും നമ്മുടെ ജീവിതത്തിൽ. എന്തുണ്ടെങ്കിലും അത് യേശുവിനോട് പറയാം. ഒന്നും നമ്മൾ വിചാരിക്കും നമ്മൾ പറഞ്ഞില്ലെങ്കിലും യേശു നമ്മളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, നമ്മളെ വേണ്ട, അങ്ങനെയല്ല. നമ്മളൊന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യേശു ഉറപ്പായിട്ടും നമ്മളെ പ്രാർത്ഥന കേൾക്കും. ഒരിക്കലും പ്രാർത്ഥന കേൾക്കാത്തൊരു ദൈവമല്ല നമുക്കുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീര് കാണാത്തൊരു ദൈവമല്ല നമുക്കുള്ളത്. സോ നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവണം. മൂന്നാമത് പറഞ്ഞത്, ഏറ്റവും വലിയ ഒരു വിശ്വാസ പ്രഖ്യാപനം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പറയാൻ സാധിക്കണം. ജീസസ് എന്ന് പറയുന്നൊരു വ്യക്തി എനിക്ക് എല്ലാവരും പറഞ്ഞറിയുന്നൊരു ആളല്ല, അല്ലെങ്കിൽ ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച് കേട്ടൊരു ആളല്ല. പക്ഷേ എൻ്റെ പേഴ്സണലി എനിക്കറിയാം യേശു ആരാണെന്ന്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് യേശു ആരാണെന്ന് അറിയാം. യേശു എൻ്റെ ദൈവമാണ്, അവൻ്റെ അവളുടെ അപ്പുറത്തുള്ളവരുടെ ഒന്നുമല്ല, എൻ്റെ ദൈവം, എൻ്റെ കർത്താവാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ആൻഡ് ലാസ്റ്റ്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ബിലീവ് വിത്തൗട്ട് സീയിങ്.
കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സോ നമ്മളുടെ ജീവിതത്തിലും എന്ത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും എല്ലാം നേരിടുമ്പോഴും നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക. അവനൊരിക്കലും നമ്മളെ കൈവിടില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്. തോമസിന് വേണ്ടി തിരിച്ചു വന്ന യേശു നമുക്ക് വേണ്ടിയും വരും, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി വരും. അത് നമ്മളുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പാരൻസ് ആയാലും കുഞ്ഞു പിള്ളേരെ വളർത്തുമ്പം ആ ഒരു വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്രാർത്ഥനയ്ക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ആൾക്കാർ